20 കിലോ. 20 കിലോ അല്ലേ? ഫുള്ള് നല്ല ഒരു ചാക്ക് 20 കിലോ. നല്ലൊരു അടുക്കി വന്നാൽ 20 കിലോ. ഇപ്പം എൻ്റെ പേര് മോഹനൻ. കണ്ണനാകുഴി ശ്രീകൃഷ്ണാമ്പലത്തിന് കിഴക്ക് വശമാണ് വീട്. ആലപ്പുഴ ജില്ല 3-ാം വാർഡിൽ, കണ്ണനാകുഴി 3-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. എനിക്ക് കൃഷിയാണ്. കൃഷി ചെയ്യാണ്ടൊരു 10-12 വർഷം കൊണ്ട് കൃഷിയായിരുന്നു. അപ്പം കൃഷിയിൽ തുടങ്ങിയിട്ട് ഇപ്പം ഈ ഭൂമി കൃഷി തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി. 4 വർഷം കൊണ്ട് ഞാൻ ഒരു വർഷത്തിൽ 3 കൃഷി ചെയ്യും. പയറും പാവലും മാറി മാറി കൃഷി ചെയ്യും. നല്ല വിളവാണ്. ഈ പാവലിന്റെ വിത്ത് തെരഞ്ഞെടുക്കുന്നത്, അതിന്റെ വിത്ത് തെരഞ്ഞെടുത്തതിന് ശേഷമേ അത് എങ്ങനെയാണ്, അത് നടുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യുന്നു പറയണേ? അത് പാവലിന്റെ വിത്ത് ഞാൻ NS-ന്റെ വിത്താണ് മേടിക്കുന്നത്. NS-ന്റെ വിത്ത് മേടിച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അതിന് അല്ല, ഈ അരി ഇടുന്നതിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ ഉണക്ക് നിട്ട് നമ്മൾ വെട്ടിപ്പറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി നാളെ ഇടുക എന്ന രീതിയിൽ ഇത് നമ്മളൊരു 1 മണിക്കൂർ, ഈ NS-ന്റെ അരിയാണെങ്കിൽ 1 മണിക്കൂർ. അതേസമയം നാടൻ അരിയാണെങ്കിൽ ഒരു ദിവസം ഫുൾ 24 മണിക്കൂർ ഇടേണ്ടി വരും. ഇപ്പം അരി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുതിർത്ത് അങ്ങ് ഇടുക, മണ്ണിനകത്ത് തന്നെ കടന്ന് മുളയ്ക്കുക. ചിലർ മുളപ്പിച്ചിടുന്നവരുണ്ട്. ഞാൻ ഇടുന്നത് മണ്ണിനകത്ത് തന്നെ മുളച്ച് വരുമ്പം ഇടുന്ന വളം എന്ന് പറയുന്നത് സെറാമില്ലും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൂട്ടി ഇളക്കി നല്ലോണം ഇട്ട് കഴിയും. പടരാൻ തുടങ്ങുന്നുണ്ടെ ശകലം രാസവളം എന്ന് പറഞ്ഞാൽ 16 അത് ഏതാണ്ട് 15-20 ദിവസം കൊണ്ട് പന്തല കയറി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറേശ്ശെ എല്ലാ വളങ്ങളും കൂടെ ചേർത്ത് കുറേശ്ശെ വളമിടുകയും, പിന്നെ ഈ പുല്ല് ഇതിനകത്ത് കിടക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച, ഒരു 3 ദിവസം മഴയില്ലാതെ വന്നാൽ പെട്ടെന്ന് ഉണക്ക് പിടിക്കും. പിന്നെ ഞാൻ റൗണ്ട് ഈ തടത്തിലെ പുല്ല് മാത്രമേ ചെത്തത്തുള്ളൂ. ബാക്കി പുല്ല് കിടക്കുന്ന ഇതിനകത്ത് ഉണക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന 180 അരി ഇട്ടതാണ്. പക്ഷെ എല്ലാം ഈ പ്രാവശ്യം മുളച്ചില്ല, ഈ കാലാവസ്ഥ ഉണ്ടാക്കും. പക്ഷെ ഇത്രയും മുളച്ചെങ്കിൽ തന്നെ ഇത് മൊത്തത്തിൽ ഒരു 60 അരി കൂടുതൽ ഇതിനകത്ത് മൊത്തത്തിൽ കിളിച്ചിട്ടില്ല. ആ 60 അരി കിളിച്ചതെന്ന് പറഞ്ഞാൽ ആ 60 അരി കൊണ്ട് നമ്മുടെ ഈ പന്തൽ മൊത്തത്തിൽ ഇപ്പം നിരന്ന് കിടക്കുക. ഒരെടുപ്പിന് നമ്മൾ എടുക്കുന്ന 40 കിലോ, 42 കിലോ, 45 കിലോ, ഈ 60-65 അരി കിളിച്ചതിനകത്ത് 45 കിലോ ഒക്കെ ഒരെടുപ്പിനിട്ട് ഒരാഴ്ച 2 പ്രാവശ്യം വിളവെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് 4-ാമത്തെ എടുപ്പിനാണ് ഇന്ന് ഒരുങ്ങുന്നത്. ഇന്ന് 4-ാമത്തെ എടുപ്പാണ് എടുക്കുന്നത്. ആദ്യമേ എടുത്തെണ്ണ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 8 കിലോ പാവയ്ക്ക കിട്ടി. അത് കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ 17 കിലോ പാവയ്ക്ക കിട്ടി. ആ 17 കിലോ ഒരു 4 ദിവസം കഴിഞ്ഞ അത് 25-30 കിലോ, 35. ഇപ്പോൾ ഇന്നൊരു 40 കിലോ എൻ്റെ കണക്കൂട്ടില്ല, 40 കിലോ പാവയ്ക്ക ഇന്ന് കിട്ടണം. അപ്പോൾ ഇതിന് ഞാൻ ഈ പൊയില കഷായം ഇതിൻ്റെ ഈ പന്തലിൻ്റെ മേവശത്തും കൂടെ സ്പ്രേ ചെയ്യും. ഇപ്പം പിന്നെ ഇന്ന് എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇപ്പം ഞാൻ ഇന്ന് എടുത്ത് കാണിക്കാറ്, ഞാൻ അതിൻ്റെ ആ സൗകര്യമായിട്ടുള്ള അത് പമ്പ് ഒന്നും കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്പ്രേ ചെയ്ത് കാണിക്കുമായിരുന്നു. ഈ പുഴുവും ഈച്ച ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ പൊയിലയും സോപ്പ് വെള്ളം കൂടെ കലക്കി തീരെ നൈസായിട്ട് കട്ടി കുറച്ചിട്ട് ഈ പമ്പിൻ്റെ കണ്ണന് അത് അടയാതിരിക്കാൻ നല്ലപോലെ നീട്ടി ഈ പന്തലിൻ്റെ പുറത്തുകൂടെ എല്ലാം നമ്മൾ സ്പ്രേ ചെയ്യും. കാരണം പുഴുശല്യങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഏറ്റവും കൂടുതൽ ഈ പാവലിനെ ബാധിക്കുന്ന കീടബാധ എന്ന് പറഞ്ഞാൽ ഒരു സൈസ് ചിറകുള്ള ചെറിയ ഈച്ചയാണ്. ഈച്ചയുണ്ട്, പിന്നെ പുഴുവുണ്ട്. കായ്ക്ക് പുഴു കയറുന്നുണ്ട്. ആ പുഴു കയറാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഇത് രണ്ടിനും കൂടി ഇത് നല്ലതായി. ഈ ആൾക്കാർക്ക് ഈ ഇല ഇരിക്കുന്നുണ്ടെ ആൾക്കാർക്കൊരു പ്രത്യേക ഒരു ആകർഷണമാണ് ഈ ഇല ഇരിക്കുന്നത്. കാരണം നാടൻ പായ്ക്ക് അവർ കുത്തിച്ചാരി വെക്കുന്നുണ്ട്, അവർക്കൊരു വലിയ, അവർ പറഞ്ഞു ഇതിലോട്ട് ഈ ഇലയും കൂടി ഇരുന്ന് കാണിക്കുന്നുണ്ടെ അവർക്കൊരു
ഈ സൈസ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ മറ്റന്നാളാകുമ്പോഴത്തേന് ഇത് ഏറെക്കുറെ അതിൻ്റെ ഈ വളർച്ചയാണ്. ഒരു മൂന്നാം ദിവസം ആകുമ്പോൾ ഈ വളർച്ച വരും. ഇനിയിപ്പോൾ ഞാൻ ചാണകപ്പൊടി ഒരു 2 ദിവസം കൂടെ കഴിയുന്നുണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അതിനകത്ത് രാസവളം ഒന്നും ചേർക്കത്തില്ല, ചാണകപ്പൊടിയാണ്. അത് കണ്ട് അവിടെ ആ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം ചാണകപ്പൊടിയാണ്. അതൊക്കെ ഞാൻ വടക്ക് നമ്മുടെ കണ്ണനാവഴി വടക്കേ കരയ്ക്ക് ഞാൻ 2.25 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തായിരുന്നു. കൃഷി ചെയ്തുകൊണ്ട് അവിടെ നമുക്കൊരു അന്ന് ഞാൻ 300 തടം പാവലാണ് ഇടുന്നത്. 300 തടം പാവലെന്ന് ഒരു ട്രിപ്പ് എടുക്കുന്ന ഒരു വരി എടുക്കുമ്പോൾ 6 വരി അങ്ങ് കിഴക്ക് പടിഞ്ഞാറ് നമ്മൾ എടുക്കുന്നത്. 6 വരിയിൽ ഒരു വരി എടുക്കുന്നുണ്ടെ ഒരു 3 ചാക്ക് 4 ചാക്ക് 4 ചാക്ക് പാവലെടുക്കുന്നുണ്ടെ ഏതാണ്ട് ഒരു 100 കിലോയും മുകളിലൊക്കെ വരും 4 ചാക്ക് പാവൽ. ഞാൻ തന്നെയാണ്, അല്ലാതെ വേറെ കൃഷിക്കാരെ ഒന്നും നമ്മൾ ആരെയും പണിക്കൊന്നും വലുതായിട്ട് ആരെയും അങ്ങനെ ഇതത്തില്ല. നമ്മൾ തന്നെയുള്ള ഇത് പൊട്ടിച്ചോട്ടെ. അത് തെക്കത് പൊട്ടിക്കാം. ഇല നിൽക്കണം. ഞാൻ കത്രിക എടുത്തില്ല, കത്രികയാണ് ഈ വെട്ടിയെടുക്കുന്നത്. കത്രിക എടുക്കുന്നുണ്ടേ നമ്മുടെ ഈ ഇല അതിലിരിക്കും. ഇതിപ്പോ ഈ രീതിയിൽ കണ്ടിട്ട് നമ്മളൊരു 4-5 ഒരു 6-7 എടുപ്പ് ഈ രീതിത്തിനുള്ള രീതി പോവും. ആഴ്ചയിൽ എത്ര പ്രാവശ്യമാണ് വളം ചെയ്യുന്നത്? ആഴ്ച ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ഒരാഴ്ച കൂടുതലാണ് ഞാൻ വളം ചെയ്തിട്ട്. ആഴ്ച അല്ല, ഒരു 10 ദിവസം കൂടി ഇരിക്കുന്നതന്നെ വളം ചെയ്യും. 10 ദിവസം കൂടി ഇരിക്കുന്നതന്നെ. ഇനിയിപ്പോ അങ്ങോട്ട് ചാണകപ്പൊടിയാണ് കൂടുതൽ. അതിന്റെ എടുത്തിരിക്കണം. ഇല്ലപ്പോ അതിലും കൂടാം. അതിന്റെ ചാക്ക് ഇങ്ങെടുത്ത് മാറ്റാം. ചാക്ക് ഇതിനകത്തൊരു അതിലൊരു ഈച്ചയുണ്ട്. ഇതല്ലേ എടുക്കാനൊക്കെ എന്തുണ്ട് ഇതിൽ ഈച്ച ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഈച്ചയുടെ കൂടുതലുള്ള. അതാണോ ഈച്ച? വേണ്ടിത് ആയിരിക്കുന്ന ഈച്ച ഉണ്ട്. കണ്ടോ ഒരു ഈച്ച ഉണ്ടോ ഇതിൽ? കണ്ടോ ഇതാണ് ഈച്ചയുടെ ഒരു ശല്യം. ഇതാണ് ഉള്ളതാണ് കൂടുതൽ. അവിടെ പറഞ്ഞു ഈച്ച അത് പറഞ്ഞു. ഉച്ചിന്റെ ശല്യം അതിപ്പോ ഇപ്പോഴും ആദ്യമായിട്ട് കാണും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ഈ പുല്ല് കിടക്കുന്നത് കൊണ്ടേ. ഒച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടുത്തെ സാധാ ഒച്ച. പാവൽ കൃഷി ചെയ്യുകയാണ് ലാഭമാണോ? പാവൽ കൃഷി എന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ്. നല്ല ലാഭം എന്ന് പറഞ്ഞതിന്റെ കാര്യം നമ്മൾ ഇതിന്റെ ഈ ചെയ്യേണ്ട വളങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമായിട്ട് അതിന്റെ ശ്രദ്ധിച്ചത് ഈ പറയുന്ന പോലെ ഒക്കെയുള്ള സമയങ്ങളിൽ ഒരാഴ്ച ഒരു 10 ദിവസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും നമ്മൾ ഈ സ്പ്രേ ചെയ്യണം. ഓയിലും സോപ്പും കൂടെ കലക്കി. ഇപ്പം നമ്മൾ മറ്റന്നാൾ അടിക്കുക എന്നിവരില്ല. ഇനി നമ്മൾ കലക്കിയിട്ടുണ്ട്. ആ തെളിയിൽ നമ്മൾ നല്ലപോലെ 1 ലിറ്ററിനകത്തൊരു 15 ലിറ്റർ വെള്ളവും കൂടെ ചേർക്കണം. അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ പമ്പിന്റെ സ്കണ്ണിന് ഇതിന്റെ ഒരു കൊഴുപ്പുണ്ട്. ഇതിന് 1 ലിറ്ററിന് ഒരു 15 ലിറ്റർ വെള്ളം ചേർക്കണം. വെള്ളം ചേർത്തില്ലെങ്കിൽ കാരണം അതിന്റെ ആ സ്കണ്ണ് അടഞ്ഞു പോകും. അപ്പൊ നമ്മൾക്ക് സ്പ്രേ കിട്ടത്തില്ല, അടഞ്ഞു പോകും. നല്ല വിജയം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിജയം. ഈ പാവൽ ഇപ്പൊ ഇതിട്ട് ഇത് എത്ര നാള് ഈ ചെടി ഇങ്ങനെ നിലനിൽക്കും? നല്ല വളം ചെയ്താല് നല്ല എടുപ്പ് ഏതാണ്ട് 1.5 മാസം നമുക്ക് നല്ല വിളവ് കിട്ടും. അത് കഴിയുന്ന കുറഞ്ഞ് വരും. എല്ലാം കൂടി 2 മാസത്തോളം നമുക്ക് ഇതിനകത്ത് വിളവ് കിട്ടും. നല്ല വിളവ് ഒരു 45 ദിവസം നല്ല വിളവാണ് കിട്ടുന്നത്. ഇത് ഉണക്ക സമയമാണെങ്കിൽ 2 നേരം വെള്ളം കൊടുക്കണം അല്ലേ? ഉണക്ക സമയമാകുമ്പോൾ 2 നേരം വെള്ളം കൊടുത്താൽ നല്ലതാ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഉണക്ക് പിടിച്ചാൽ പെട്ടെന്ന് ഉണക്കും പിടിക്കും. ഒറ്റ മഴയത്ത് തന്നെ നല്ല നനവും കിട്ടും. അതുകൊണ്ട് ഞാൻ 1 നേരം കോരുന്നത്. അത് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ടേ ഒഴിക്കത്തുള്ളൂ. ആ തണുപ്പ് നല്ലതുപോലെ പിടിച്ചു. അത് വൈകിട്ട് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആ തണുപ്പ് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് വൈകിട്ട് ഒഴിക്കുന്നത്.
അതുകൊണ്ടാണ് ഈ പുല്ലൊന്നും ചെത്തി കളയാത്തല്ലേ? പുല്ല് ഉണക്ക് ഇതിപ്പോ ഇവിടെ നമ്മളിപ്പം ഇപ്പോഴത്തെ ഈ മഴ നോക്കണ്ട, ചിലപ്പം മഴ എന്ന് പറഞ്ഞാൽ നാളെ ഇതിന്റെ അങ്ങ് മഴ മാറിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് പിറ്റേ ദിവസം നല്ല ഉണക്കാണ് ഈ മണ്ണിനടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പുല്ല് കിടക്കുന്നത് അത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉണക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി, ഈ അഥവാ മഴ കൂടിയാലും ഈ ഇതിനകത്ത് വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി കൂമ്പലെടുത്താ. ശരിക്കും ഇങ്ങനെ കാ പിടിക്കാൻ വേണ്ടി ചേട്ടൻ എന്താ പ്രത്യേകം വളം പ്രത്യേക ഒരു വളമൊന്നും ചെയ്യുന്നില്ല, പ്രത്യേക ഒരു വളമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതിന്റെ നമ്മള് ഈ ചെയ്യുന്ന വളങ്ങളൊക്കെ ഉള്ളു പ്രത്യേക വളം. ഇതുപോലുള്ള കൃഷി, ഇതുപോലെയുള്ള കായിക ഫലം എനിക്ക് കിട്ടുന്നുണ്ട്, എല്ലാം എന്തോ ഇട്ടാലും. ചിലപ്പോ പിന്നെ ചില സമയത്ത് പരുവക്കേട് കൊണ്ടുണ്ടെങ്കിലും വെളുപ്പ് വരാനുള്ള കാര്യം അരിയുടെ ഒക്കെ ചില കുഴപ്പങ്ങളുണ്ടാകാം. പിന്നെ കാലാവസ്ഥയുടെ കുഴപ്പങ്ങൾ, ഏറ്റവും മെയിൻ ആയിട്ട് കാലാവസ്ഥയുടെ കുഴപ്പങ്ങളുണ്ടാകും. ഇനി ഇനത്തിന്റെ ഉണ്ടോ? ചില ഇനങ്ങള് ചില ഇനത്തിനും കാണും. നമ്മുടെ നാടൻ നല്ല നാട്ടിലുണ്ടാകുന്നതാണ് കേട്ടോ വടക്കേ അറ്റം കിടക്കുക, നമ്മൾ പിടിച്ചില്ല. അതിനകത്ത് പിടുത്തം കുറവാണ്, മുരടിപ്പ് ഒരുപാടുണ്ട്. ഈ വടക്കേ അറ്റം അങ്ങ് കിടക്കുവാണ്, അതിന് മുരടിപ്പ് കൂടുതലാണ്. ആദ്യമേ നമ്മൾ എടുക്കുമ്പോൾ അറിയാം പാവയ്ക്ക കിട്ടുന്നത്. ആദ്യമേ നമ്മൾ എട്ടിയിലും പാവയ്ക്ക കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല വിളവിൽ കിട്ടും, നല്ല വിളവിൽ കിട്ടുമെന്ന് നമുക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ 8 കിലോ പാവയ്ക്ക ഫസ്റ്റിന് പാവയ്ക്ക ആദ്യമേ വീഴുന്ന 8 കിലോ പാവയ്ക്ക കിട്ടുന്നതന്നെ അറിയാം, നല്ലപോലെ പാവയ്ക്ക കിട്ടുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പാവൽ കർഷകരോട് എന്താ പറയാനുള്ളത്? കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലൊക്കെ ചെയ്താല് നല്ല ഇതാണ്. പാവലിന്റെ ആയാലും പയറിന്റെ ആയാലും നമുക്ക് നല്ല ഇതാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ സ്വന്തമായിട്ടൊക്കെ തന്നെ നമ്മൾ തന്നെയൊക്കെ ചെയ്യുവായെന്ന രീതിയിൽ ഒരുപാട് ലാഭമാണ്. ഈച്ചക്കണി ഈച്ചക്കണി ഞാനിത് ഇടയ്ക്ക് കെട്ടിയായിരുന്നു. ഈച്ചക്കണി കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈച്ചക്കണി ഒരു ഈച്ചക്കണിക്ക് ഒരു 50 രൂപ 60 രൂപ ഒക്കെയാണ്. ഇപ്പൊ ഇത്രയും സ്ഥലത്ത് ഈച്ചക്കണി കിട്ടണമെങ്കിൽ കുറഞ്ഞ ഒരു 10-50 ഈച്ചക്കണിയെങ്കിലും കിട്ടണം. 8 മണിക്കാണ് ഈ കടകളിലെല്ലാം കൊണ്ടുപോകുന്നത്. അവർ നമ്മളെ പ്രതീക്ഷിച്ച് സമയം കഴിയുന്നതാണ്. ഇനി അതുകൂടെ ഒക്കെ എടുത്തു വരുമ്പോൾ ഒരു 1/4 മണിക്കൂർ കൂടുതലാകും. ഈ നാടിന്റെ വലിപ്പം ഇതാണ്. ഇത് കണ്ട നാടിന്റെ വലിപ്പം ഇതേ ഉള്ളൂ. ഇതാണ് നമ്മൾ യഥാർത്ഥ നാടനായിരുന്നു. ഇതൊക്കെ യഥാർത്ഥ നാടനായി. ഇതൊക്കെ യഥാർത്ഥ നാടനായി. അതുകൊണ്ട് ഇത്രയും ഈ പാവയ്ക്ക എടുത്തതിനകത്ത് ഇത്രയും പാവയ്ക്ക എടുത്തതിനകത്ത് വലുതായിട്ട് കേടുക. എന്നിട്ട് ഇല്ലെന്നല്ല, ഒരു 2-3 പാവയ്ക്കൊക്കെ അതിനകത്ത് ചെമ്പഴുത്തതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇപ്പൊ എല്ലാം നമ്മൾ എന്ന് പറയത്തില്ല എങ്കിൽ തന്നെയും ഇത്രയും പാവയ്ക്ക എടുത്തതിനകത്ത് കേടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം, നമ്മൾ രാവിലെ നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതിനകത്ത് നിന്ന് വന്ന് ഇത് മൊത്തത്തിൽ ഒരാൾ സഹവാസം വന്ന് ഓരോ ഇതിലൊക്കെ ഒന്ന് പിടിച്ച് നമ്മളിതിന്റെ ആ മേളോട്ട് ആ പൊക്കം ഒക്കെ ഒന്ന് പൊക്കി വെച്ച് പടരാനുള്ള എല്ലാം പടർത്തി ഇല വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു സംരക്ഷണം കൂടെ ആവുന്നുണ്ടെങ്കിൽ ഈ വിളവുകൾക്കൊക്കെ കിട്ടുന്നതിനൊക്കെ വലിയ ഒരു കാര്യമാണ്. വളവും വെള്ളവും ഇതെല്ലാം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ആൾ സഹവാസം രാവിലെയും വൈകിട്ടും എല്ലാം ഉണ്ട്. രാത്രി തന്നെ നമ്മൾ കിടന്നുറങ്ങി രാവിലെ എത്രയും നമ്മുടെ ഈ കൃഷിക്കകത്തോട്ട് പൂക്കാൻ തുടങ്ങി ഇത് കാവീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ വെളുപ്പിനെ നമ്മളിങ്ങി വരണം ഇനി രാവിലെ എഴുന്നേറ്റ് ഇനി വരണം എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വന്ന് കണ്ട് ഇതെല്ലാം കാണുന്നുണ്ടെ മൊത്തത്തിനകത്തോടൊക്കെ നടന്നു നോക്കുന്നുണ്ടെ അതിൻ്റെതായിട്ടുള്ള നമ്മുടെ മനസ്സിനകത്തൊരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ. എത്ര വളം ചെയ്യേണ്ടി വരും മൊത്തത്തിൽ നമ്മൾ 10 ദിവസം കൂടി ഇരിക്കുന്നുണ്ടെ വളം ചെയ്യും. അപ്പൊ നമ്മൾ എല്ലാം കൂടി ഒരു 10 ദിവസം ആവുന്നുണ്ടെ ഒരു പിന്നെ കായ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസം കൂടി ഇരിക്കുന്നുണ്ടെ ഒരു 2 മാസം നല്ലപോലെ നമുക്ക് ഇതിന്റെ കൃഷി എടുക്കാം. എത്ര ഗ്രാം വീതം വളം ഇടും? എങ്ങനെ നമ്മൾ ആദ്യമേ ഇടുന്നത് പറഞ്ഞാൽ പൊട്ടാഷ് ഒരു 50 ഗ്രാം വീതം ഇട്ടാൽ മതി. മറ്റുള്ളത് നമ്മൾ ചാണകപ്പൊടി നമ്മൾ നല്ല ഒരു 2-3 കൈക്ക് ഇടാം. ചാണകപ്പൊടി നമുക്ക് കുഴപ്പമൊന്നും ഉള്ളതല്ല, തണുപ്പ് കിടക്കുന്നതിനൊക്കെ നല്ലതാണ്. ചാണകപ്പൊടിക്ക് കണക്കൊന്നുമില്ല.
മറ്റുള്ള സ്റ്റാറാമിലൊക്കെ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം 150 ഗ്രാം വീതം തടത്തിന് ദൂരെ കൂട്ടി നമ്മൾ തണ്ട ചേർത്ത് ഒരു വളവും ഇടത്തില്ല. തണ്ട ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ആ തണ്ടിന് കേടുണ്ടാകും. എപ്പോഴും നമ്മൾ ഇതിന്റെ ഈ പാവിന്റെ വേരെന്ന് പറഞ്ഞ പുറത്തോട്ടാണ്. ഈ ഇപ്പൊ ഇത് നിൽക്കുന്നെങ്കിലും തടത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ അതിന്റെ വേര്. ഇപ്പൊ ഇവിടെ പച്ചച്ചാണകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവന് ഭയങ്കര തടിക്കുക. പക്ഷെ ഇപ്പോഴത്തെ ഈ മഴ സമയത്ത് ഇട്ടാൽ പെട്ടെന്ന് ഇവനെ കേടുപിടിക്കും പറഞ്ഞാൽ പഴുക്കും. ഈച്ചയുടെ ഭയങ്കര ശല്യം പച്ചച്ചാണകം ഇട്ടാൽ മഴയും കൂടാകുമ്പോൾ. അപ്പൊ ഉണക്ക സമയത്ത് ഈ പച്ചച്ചാണകം ഇവിടെ ഇട്ട് കൊടുക്കുന്ന ഇത് ഭയങ്കരമായിട്ട് ഇതിൽ ഈ വേര് നമുക്ക് കാണാം. വേരിവിടെ അതിന്റെ വേര് വരും. എപ്പോഴും ദൂരോട്ടാണ്. മൂടിൽ നിന്നും ഏകദേശം ഒരു 2.5 അടിയെങ്കിലും അകലെ ഇടും. അവിടാണോ വളം ചെയ്യേണ്ടത്? വളം ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്ന അകലെ കൂട്ടി എല്ലാ വളങ്ങളും ഒരു 2 അടിയെങ്കിലും ദൂരെ ഇടുന്നതാണ് ഇവരിടുന്നത്. പാവൽ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാവൽ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മളിത് ഈ കൃഷി നമ്മൾ തുടങ്ങുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പൗഡർ ഇട്ട് ഒരാഴ്ചയെങ്കിലും കഴിയണം. ചിലർ കുമ്മായം ഇടുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത് കീഴ് ഈ അടിയിൽ എന്തെങ്കിലും തടം നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, ചാണകം കൂടുന്നുണ്ട്, എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ കുമ്മായം ഇടുന്നതല്ല. പക്ഷെ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ 1 മാസമെങ്കിലും കഴിയാതെ നമ്മളതിൻ്റെ ആ കുമ്മായത്തിൻ്റെ പുളിയെല്ലാം പോകാതെ നമ്മൾ ഈ കൃഷി ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ കുമ്മായി. ഈ പ്രതിരോധം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതിന് നമ്മൾ ഈ നാടന് വലുതായിട്ട് പെട്ടെന്ന് കയറി വലിയ ദ്രോഹമൊന്നും ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞതിന്റെ കാര്യം നാടൻ അരി നമ്മൾ മറ്റേ ഉള്ളതിന് ഇന്നലെ ഈ ഇച്ചിരിയുടെ ഈ കൃഷി കൂടുതൽ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഒരു 10-15 ദിവസവും കൂടെ ഇതിന്റെ വിളവ് കൂടുതൽ കിട്ടും. മറ്റേ ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച ഒരു 40-45 ദിവസം ആകുമ്പോൾ അതിന്റെ വീഴ്ച കുറേശ്ശെ നിൽക്കും. ഇത് പിന്നെ ഒരു 10-15 ദിവസവും കൂടെ ഒക്കെ നീണ്ടു നിൽക്കും ഇതിന്റെ മുന്നോട്ട് ഇതിന്റെ വിളവ് കിട്ടുന്നതിന് വേണ്ടി. അതുപോലെ ഇതിന്റെ തൂക്കത്തിലും ഇതിന്റെ ഇച്ചിരി 1% മറ്റുള്ളതിനെക്കാട്ടി 1% കുറവാ തൂക്കം. വാട്ടർ കണ്ടന്റ് കുറവായി നാടിന് കുറവാ, വലിപ്പക്കുറവ് ഒക്കെ ഉണ്ട് ഈ നാടിന്. ഇതിന്റെ നാടിന്റെ ഇതുണ്ടോ ഇത് നാടിന്. അതിന്റെ ഇടയ്ക്ക് ഓരോ നാടനുണ്ട്. കാരണം അവിടെ കിളിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കിളിച്ച് നാടൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ചെണ്ടിന് നാടിന്റെ 2000 നാടിന്റെ ഒരു നീളം കുറവ് ഒരു ഉരുണ്ട് ഉണ്ട്. അങ്ങോട്ട് കിടക്കുന്നതെല്ലാം നാടൻ. ആ നാടൻ കണ്ടാലറിയാം. മറ്റെനിക്ക് നീളം കൂടുതലാണ്. വില വ്യത്യാസമുണ്ടോ? വില ഇപ്പൊ നമ്മൾ ഇതോടെ അങ്ങ് കൊടുക്കത്തതേ ഉള്ളൂ. വില വ്യത്യാസം ഒന്ന്. ഇതും നാടനാണല്ലോ. നമ്മുടെ ഈ അരിയുടെ ഒരു സൈസ് മാറിയെന്നേ ഉള്ളൂ. ഇത് നാടൻ തന്നെ. മറ്റേത് യഥാർത്ഥമായിട്ട് നാട്ടിൽ ഈ അരി നമുക്ക് ഇനി എടുത്തിടാം. നമ്മൾ ഇതിന്റെ ഈ അരി നമുക്ക് എടുത്തിടാം നാടിന്റെ. മറ്റേ ഈ അരി നമ്മളിപ്പോ ഈ NS-ന്റെ അരി രണ്ടാമത് നമ്മൾ ഇനി ഇടത്തില്ല. അതെന്താ? അത് അവര് അതിന്റെ ഒരു ചെയ്ത് വരുന്നത്. അത് ആ അരി ഇട്ടാൽ നമുക്ക് നല്ലപോലെ പടന്ന് കയറും. കാപിടുത്ത കുറവാണ്. കാരണം ഇത് ഇനം മാറിപ്പോ. ഇനം മാറിപ്പോ. കാപിടുത്ത കുറവാണ്. അവരിതിന്റെ അതിന്റെ ഇതിലൊക്കെ ചെയ്തു വരുന്നല്ലേ നമ്മുടെ ചെയ്തു വരുന്നത്. അപ്പൊ അത് ഇതുമായിട്ടുള്ള. പക്ഷെ നമ്മുടെ അരി നമുക്ക് ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ കാരണം ഈ മറ്റ് പാവലിന്റെ ഇതായിട്ട് പരാഗണം നടന്നിട്ട് അതിന് ഇനം മാറിപ്പോവുക. അങ്ങനെ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് അതൊക്കെ ഉണ്ടാ ഉരുണ്ട പാവയ്ക്കെല്ലാം അങ്ങോട്ടോ അതെല്ലാം നാടൻ. ആ നീളം കുറവാ. ഇതിന്റെ കൂട്ടുള്ള നീട്ടില്ല. ഇതിന്റെ ഇതെന്താ ഇത് നാടനായി. ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചേട്ടന് പറയാനുണ്ടോ? ഔഷധ ഗുണം എന്ന് പറയുന്നത് ഇത് നാടൻ എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ ഒരു മറ്റേ നമ്മുടെ നാടിനാന്ന് പറയും. മറ്റേത് നാടൻ തന്നെ ആണെങ്കിലും ഇതിനാണ് ഒന്നുകൂടെ ഒരു മാർക്കറ്റ്. ഇയാളുടെ നിറവും തന്നെ ഉരുണ്ട്. ഞാൻ വരുന്നത് ഇച്ചിരി മഴയായത് കാരണം താമസിച്ചത് കാരണം അല്ലെ രാവിലെ എടുക്കണ്ടല്ലേ? രാവിലെ ഞാൻ 7 മണിക്ക് മുമ്പ് എടുക്കാൻ തുടങ്ങണ്ടായി. വീഡിയോ എടുക്കാൻ ചേട്ടൻ താമസിച്ചു കണ്ടില്ലേ?